ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധവേദിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ നരനായാട്ടിനൊപ്പം ഇസ്രായേൽ ലെബനാനിൽ കൂടി ആക്രമണം അയച്ചുവിട്ട് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നു തള്ളുകയാണ്. ഇതോടൊപ്പം യമനിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബോംബാക്രമണവും നടക്കുകയാണ്. യൂറോപ്പിൽ റഷ്യ ഉക്രൈൻ യുദ്ധവും പുരോഗമിക്കുന്നത് കൂടി കണക്കാക്കിയാൽ സാധാരണക്കാരായ മനുഷ്യരാണ് എല്ലായിടത്തും കൊല്ലപ്പെടുന്നത്. അധികാരഭ്രാന്തന്മാർ ദുർബലരായ എതിരാളികൾക്ക് നേരെ പോരാടുമ്പോൾ ആളും ബലവും കുറവാണെങ്കിലും പലസ്തീനെയും യമനെയും ലെബനെയും ഉക്രൈനെയും പോലുള്ള രാജ്യങ്ങൾ പ്രതിരോധം തീർക്കുകയാണ്. ഗസ മുനമ്പിലുടനീളം ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. ഖാൻ യൂനിസിൽ ഹമാസ് ഉദ്യോഗസ്ഥനായ സലാഹ് അൽ ബർദാവിലിനെ കൊലപ്പെടുത്തിയ സയനിസ്റ്റ് സേന കുറഞ്ഞത് 34 പലസ്തീനികളെയാണ് ഒരു ദിവസത്തെ തുടർച്ചയായ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയത്. 2 ദിവസത്തിനകം 130 പേരെ കൊലപ്പെടുത്തി. ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കണക്ക് പ്രകാരം 61,700 ആളുകളാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ നല്ലൊരു ശതമാനവും കുട്ടികളാണ്. 1,00,000-ലേറെ മനുഷ്യരാണ് പരുക്കുകളോട് പടവെട്ടി ജീവിക്കുന്നത്. ഇതിനിടെ തെക്കൻ ഗസയിലെ റഫ നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് പലസ്തീനിയൻ റെഡ് ക്രസന്റിന്റെ ആംബുലൻസിന് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 18ഓളം ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. റഫക്കും ഖാൻ യൂനിസിനു നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് ആംബുലൻസിന് നേരെയും ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഗസയിലെ ഏക ക്യാൻസർ ആശുപത്രിയും ഇസ്രായേൽ സൈന്യം സ്ഫോടനത്തിലൂടെ തകർത്തു കളഞ്ഞിരുന്നു. ഇതോട് ചേർന്ന് പ്രവർത്തിച്ച മെഡിക്കൽ സ്കൂളും തകർത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും സാധാരണക്കാർക്കും നേരെ ആക്രമണം നടത്തുന്നത്. 4 മാസം മുമ്പ് ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിലും ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ശനിയാഴ്ച ലെബനിലെ 12ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. 7 പേർ കൊല്ലപ്പെട്ടതായും 40 പേർക്ക് പരിക്കേറ്റതായും ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ഇസ്രായേലിലേക്ക് ലബനാനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നടപടി. എന്നാൽ റോക്കറ്റ് ആക്രമണവുമായി ബന്ധമില്ലെന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കി. ഇസ്രായേലിനെ ആക്രമിച്ചത് തങ്ങളല്ലെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന് മുതിർന്ന ഹിസ്ബുല്ല നേതാക്കൾ പറഞ്ഞു. റോക്കറ്റ് ആക്രമണം സംബന്ധിച്ച് വിശദാംശങ്ങൾ കണ്ടെത്താൻ വെടിനിർത്തൽ നിരീക്ഷണ സമിതിയോടും സൈന്യത്തോടും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരോടും ലബനാൻ പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം യമനിൽ അമേരിക്ക വ്യോമാക്രമണം തുടരുകയാണ്. ഹദൈദ വിമാനത്താവളത്തിൽ 3 തവണയും അസാലിഫ് തുറമുഖത്ത് 1 തവണയും വ്യോമാക്രമണം നടത്തിയതായി യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.